സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിളായ റെസിപ്പി. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടാക്കുന്നതാണ് ചായ. ചായ പല വിധത്തിലുണ്ട്, പല തരത്തിലുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ചായ സിമ്പിളായി എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ്. അതിനു മുമ്പ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അസൂസ് വ്ലോഗ് 1K സബ്സ്ക്രൈബേഴ്സ് ആയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇതിനെല്ലാം നിങ്ങളുടെ അകമറിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ ഒരു മസാല ചായ സിമ്പിളായി എങ്ങനെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. വാ. ഗ്യാസ് ഓൺ ചെയ്ത് ചായക്കുള്ള പാത്രം വെക്കുക. അതിലേക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ചേർക്കുക. 2 പേർക്കുള്ള ചായക്കുള്ള അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സ്പെഷ്യൽ മസാല 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നന്നായി പാല് പത വരുന്നത് വരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഈ സമയത്ത് ഒരു കാരണവശാലും ചായപ്പൊടി നിങ്ങൾ ചേർക്കരുത്. പാല് പത വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കി വരാം. ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഏലക്ക, പട്ട, കറാമ്പ് ഇത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കാം. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമുക്ക് ചായപ്പൊടി ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ചായപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഇളക്കി തന്നെ ഇരിക്കുക. നന്നായി തിളച്ച് വരുന്നത് വരെ ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇനി നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ചായ നന്നായി തിളക്കാൻ വെക്കുക. ചായ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ മസാല ചായ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ ചായ ഒന്ന് കുടിച്ചു നോക്കാം. സ്പെഷ്യൽ ഗ്ലാസ്സാണ്, മണ്ണിൻ്റെ ഗ്ലാസ്സാണ്. മാഷാ അല്ലാഹ്. നിങ്ങൾ നിർബന്ധമായി ചായ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാതായി ആരും ഉണ്ടാവില്ല. ഒരു തവണ നിർബന്ധമായിട്ടും ഈ ഒരു സ്റ്റൈൽ മസാല നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിച്ച്, അമിതമായാൽ അധികമായാൽ ചായ ഫ്ലോപ്പായി പോകും. അപ്പോൾ ഒരു നുള്ള്, ഒരു ആൾക്കുള്ള ചായ ഒരു നുള്ള് മസാല മാത്രമാണ് ഇതിലേക്ക് നിങ്ങൾ ഇടേണ്ടത്. ചക്കപ്പാന്ന് ഇൻഷാ അല്ലാഹ് പിന്നൊരു ദിവസം ഈ ചക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചായ സിമ്പിൾ റെസിപ്പി ചായ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.